ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിറഞ്ഞ നിഷ്കളങ്കതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലുള്ള സർവ വസ്തുവകകളെയും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയുവാനും അവന് ഇബാദത്തെടുക്കാനും വേണ്ടിയുമാണ്. ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയാൻ ഒരു ആളെങ്കിലും ബാക്കിയുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു നാവെങ്കിലും ഭൂമിയിൽ അവശേഷിക്കുമ്പോൾ ഈ കാണുന്ന ഭൂമിയുടെ സർവ പ്രതിഭാസങ്ങളും കൃത്യമായ നിലയിൽ ആ ഒറ്റ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കും. ഏറെ വലിപ്പമുള്ള പ്രഭാതത്തിൽ കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ ഒരൊറ്റ മനുഷ്യന് വേണ്ടി ഭൂമിയിൽ ഉദയം ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോടാനുകോടി മനുഷ്യർക്ക് ഉപകാരമായ നിലയിൽ ഭൂമിയിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മഴത്തുള്ളികൾ അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഭൂമിയിൽ അവശേഷിക്കുന്നിടത്തോളം കാലം ആ ഒരു മനുഷ്യന് വേണ്ടിയും പെയ്യുന്നതാണ്. ആശ്വാസം പകരുന്നതിന് വേണ്ടി അടിച്ചു വീശുന്ന കാറ്റിന്റെയും വെളിച്ചം പകരുന്നതിന് വേണ്ടി പടച്ചവൻ നൽകിയിട്ടുള്ള സൂര്യതാപത്തിന്റെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരു മനുഷ്യനെങ്കിലും അല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചിട്ട് സ്മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഈ ഭൂമിയുടെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കും. ഏത് നിമിഷത്തിൽ, ഏത് ദിവസത്തിൽ ഒരാൾ പോലും അങ്ങനെ ഇല്ലാതാകുന്നുവോ അപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹൃദയങ്ങളിൽ രൂഢമൂലമാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ. അതിലൊന്നാമത്തത് രാജാതിരാജനായ രക്ഷിതാവിനെ സംബന്ധിച്ചിട്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ ഖുദ്റത്തിനെയും ശക്തി വൈഭവങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള അടിയുറച്ച വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. രണ്ടാമത്തേത് ഈ കാണുന്ന ഭൗതികമായ ജീവിതത്തിന്റെ താൽക്കാലികമായ ചലനങ്ങൾക്കപ്പുറം താമസിയാതെ ഒരു നാൾ ഇതൊക്കെ അവസാനിക്കുകയും നമ്മളുടെ ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഖിയാമത്ത് സംഭവിക്കുകയും മനുഷ്യർക്ക് വേണ്ടി പടച്ചവൻ മറ്റൊരു ലോകം നിർമ്മിക്കുകയും ചെയ്യും, പരലോകം. ആ പരലോകത്തിലുള്ള വിശ്വാസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും ആഖിറത്തിലുള്ള വിശ്വാസവുമാണ് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. ആ വിശ്വാസം വേണ്ടതുപോലെ നമ്മളുടെ മനസ്സിൽ രൂഢമൂലമായാൽ പിന്നെ ഈ ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു തിരിച്ചറിവുണ്ടാകും, ഒരു കാഴ്ചപ്പാടുണ്ടാകും. ആ തിരിച്ചറിവിലും കാഴ്ചപ്പാടിലും ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമിയിൽ എപ്പോഴും ആശ്വാസമായിരിക്കും, സമാധാനമായിരിക്കും, സ്വസ്ഥതയും സ്വൈരതയും ഉണ്ടാകും. ബാഹ്യമായ ദൃഷ്ടി കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ആളുകളുടെ അവസ്ഥകൾ അവലോകനം ചെയ്യുമ്പോൾ അവരിൽ രോഗികളുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്,
പ്രളയബാധിതരുണ്ട്, ദുരന്തബാധിതരുണ്ട്. അങ്ങനെ അങ്ങനെ ചെറുതും വലുതുമായി ഒട്ടനവധി പീഡനങ്ങളിലും വേദനകളിലും വിഷമങ്ങളിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ ബാഹ്യമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും പലതരത്തിലും നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഈ പറഞ്ഞ രണ്ട് വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഐശ്വര്യമാണ്, സമാധാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാണുന്ന ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ചിട്ട്, അതിന്റെ രസങ്ങളെയും സുഖങ്ങളെയും സംബന്ധിച്ചിട്ട്, അതുപോലെ അതിൽ വരാൻ സാധ്യതയുള്ള ദുഃഖങ്ങളെയും വിഷമങ്ങളെയും സംബന്ധിച്ചിട്ട് അത് തികച്ചും താൽക്കാലികമാണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു ആശ്വാസത്തിന്റെ അടിസ്ഥാനം. വമാൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വും വലഇബ് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ വതകാസുറുൻ ബൈനകും. ഖുർആൻ ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഇബുൻ വലഹ്. ഈ കാണുന്ന ദുനിയാവ്, അതിലെ സുഖങ്ങളും ദുഃഖങ്ങളും അതിലെ രസങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും, ഇതൊക്കെ കേവലം കളിക്കളത്തിൽ കൊച്ചുകുട്ടികൾ നടത്തുന്ന കുറച്ചു നേരത്തേക്കുള്ള ഒരു കളിതമാശ പോലെ മാത്രമേ ഉള്ളൂ. അതിലൊന്നും അർത്ഥമില്ല, അതൊന്നും ആത്യന്തികമല്ല. അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മനുഷ്യ വിഭാഗത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഈ ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, അതിന്റെ ഉള്ളിലുള്ള ഭാരമൊക്കെ അത് പുറത്തേക്ക് നിർഗളിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വഖാലൽ ഇൻസാനു മാലഹാ, അന്നത്തെ ആ പ്രയാസകരമായ ഭീതിജനകമായ അവസ്ഥാന്തരത്തെ കണ്ടുകൊണ്ട് ആളുകൾ അത്ഭുതപ്പെടും, വിഭ്രാന്തി പൂണ്ടും. ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകും, മാലഹ, എന്തു പറ്റിപ്പോയി, എന്ത് സംഭവിച്ചു പോയി? ഒരു ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു ഗ്രാമത്തെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു ഉരുള് പൊട്ടിയാൽ നമ്മുടെ ഒക്കെ കണ്ണുകളിൽ നിന്നും അതിനേക്കാൾ ഏറെ കണ്ണുനീര് ധാരധാരയായി ഒഴുകും. എന്ത് സഹതാപമാണ്, നമുക്ക് സഹാനുഭൂതിയാണ്. ഉരുളുപൊട്ടലിൽ ഒലിച്ചുപോയ കുടുംബങ്ങളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. ഉരുളുപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ പോയി അന്വേഷണം നടത്തുന്ന ആളുകളെ കുറിച്ചിട്ട് ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളകം പടയും. ഒരു കൊച്ചു ഗ്രാമത്തിന്റെ മൂലയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഉരുളിന്റെ വെള്ളത്തിന്റെ തീക്ഷ്ണമായ ഒരു പരീക്ഷണത്തിന് വിധേയരാക്കപ്പെട്ട ആ ഗ്രാമവാസികൾ അറിയാതെ പറഞ്ഞു പോകുന്നു, മാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. എന്തു പറ്റിപ്പോയി, എന്താണ് സംഭവിക്കുന്നതെന്ന് അവരവർക്ക് സ്വന്തമായി തിരിച്ചറിയാത്ത കോലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തങ്ങളെയും കൊണ്ട് കുത്തിയൊലിക്കുന്ന ജലധാരയെ തടുത്തു നിർത്താൻ കഴിയാത്ത മനുഷ്യൻ അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു പോവാണ്, ചോദിച്ചു പോവാണ്, മാലഹ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد يا أيها الناس هي മനുഷ്യ വിഭാഗമേ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഭയന്ന് ജീവിക്കണം. നിങ്ങൾക്കൊരു റബ്ബുണ്ട്, നിങ്ങൾക്കൊരു പരിപാലകനുണ്ട്. നിങ്ങൾക്കും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുവകകൾക്കും ഒരു നിർമ്മാതാവുണ്ട്, ഒരു നിയന്താവുണ്ട്. ആ പരിപാലകനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഭയപ്പെട്ടുകൊണ്ടേ ജീവിക്കണം. കാരണം അവന്റെ കൈപ്പിടിയിലാണ് ഇതിന്റെ ഒക്കെ നിയന്ത്രണം. ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം ഒരു ഖുത്ബയുടെ മിമ്പറിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഒക്കെ ഉള്ളകം, ഞാൻ സാധാരണഗതിയിൽ മിമ്പറിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് ഉള്ളുകൊണ്ട് ദ്വാരക്കും. കാരണം എന്താ, മിമ്പറിൽ കയറുമ്പോഴുള്ള ദുആ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മിമ്പറിൽ നിന്നും ഇറങ്ങുന്ന നേരത്തുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യഥകളും വേദനകളും ഒക്കെ ഇറക്കി വെക്കാൻ ഒരിടം അന്വേഷിച്ച് നടക്കുന്നവരാണ് എന്നതുകൊണ്ട് മിമ്പറിൽ കയറുമ്പോൾ ഉള്ളിൽ നിന്നും ഉരുകി ചിലതൊക്കെ അറിയാതെ പ്രാർത്ഥിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ മിമ്പറിൽ നിറങ്ങുമ്പോഴും മിമ്പറിൽ നിൽക്കുമ്പോഴും മിമ്പറിൽ പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഉള്ളുരുകിക്കൊണ്ട് ചിലത് നമ്മുടെ രാജാതിരാജനായ രക്ഷിതാവിനോടും കാരുണ്യവാനോടും പറഞ്ഞു. ഒരു 1.5 മാസം 2 മാസത്തിന് മുമ്പ് ഒരു പക്ഷേ അപ്രകാരം മിമ്പറിൽ നിന്നുകൊണ്ട് നമ്മൾ കരുളുരുകി അള്ളാഹുവിനോട് ദ്വാരുന്നത്, പടച്ചവനെ, തീക്ഷ്ണമായി വെയിൽ താങ്ങാൻ കഴിയുന്നില്ല, വേനൽ താങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് മഴ പെയ്യിപ്പിക്കണേ, ഒന്ന് മഴ പെയ്യിപ്പിക്കണേ, ഒന്ന് മഴ പെയ്യിപ്പിക്കണേ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു. ആ പെയ്ത്ത് പേമാരിയായി മാറി. 4 ഭാഗത്തുനിന്നും മഴയുടെ കെടുതി നമ്മളെ തേടി കുത്തൊഴുക്കായി രൂപപ്പെട്ടുകൊണ്ട് ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് നമ്മളിലേക്ക് അടിച്ചു വന്നു. ആളുകളൊക്കെ ഭയപ്പെട്ടു. ഇപ്പൊ നമ്മൾ രാത്രി എഴുന്നേറ്റിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കുകയാണ്, ബേജാറാകുകയാണ്, ഒപ്രാളപ്പെടുകയാണ്. ഒരു പക്ഷേ കിലോമീറ്ററുകൾ ദൂരത്തുള്ള നമ്മൾ ഈ ജലത്തെ ഭയപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ, നമ്മൾ ഇന്ന് വേദനയോടുകൂടി സ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വയനാടിന്റെ മക്കള്, അതിൽ നിന്നും രക്ഷപ്പെട്ട ആളുകള്, ഒരു പക്ഷെ അവരുടെ വീടിന്റെ മുകളിൽ ശബ്ദ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ ഇന്ന് ഏത് മനസ്സോടുകൂടിയാണ് കാണുക? ഏത് മനസ്സോടുകൂടിയായിരിക്കും കാണുന്നത്? അള്ളാഹു പറയാണ്, ഇത്തഖു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. വഅന്നഹു ഹുവ അൽഹക വഅബ്ക വഅന്നഹു ഹുവ അൽഹക വഅബ്ക വഅന്നഹു ഹുവ അമാത വഅഹ്യ വഅന്നഹു ഖലഖ الزوجين الذكر والانثى. തീഷ്ണമായ വെയിലിന്റെ ചൂടേറ്റ് വാടിത്തളർന്ന് നിങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് കണങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇറ്റി മാറ്റുമ്പോൾ മനസ്സുകൊണ്ട് ഉരുകി ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് പകരം തരണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഫലമായി പെയ്തിറങ്ങുന്ന വെള്ളം, മഴ ഒരു പക്ഷേ പ്രളയമായി രൂപപ്പെട്ടാൽ, ഉരുൾപൊട്ടലായി മാറിയാൽ, പിന്നീട് നിങ്ങൾ മഴ കാണുമ്പോൾ വെപ്രാളപ്പെടും, പ്രയാസപ്പെടും. അള്ളാഹു പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആകാശത്തു നിന്നും മഴ പെയ്യിപ്പിക്കും, ഞാൻ ആകാശത്തു നിന്നും ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. നാം ആകാശത്തു നിന്ന് മഴ, ഇന്ന് നമ്മൾ മഴ പെയ്യാൻ വേണ്ടി ദുആഇരുന്ന് അതിന് ഫലം കിട്ടി, മഴ പെയ്തിറങ്ങി. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ പലരും സഹോദരങ്ങൾ പറയാറില്ലേ, ഒന്ന് മഴ നിൽക്കുമ്പോഴേക്ക് ചൂട് താങ്ങാൻ കഴിയുന്നില്ല, വിയർത്തൊഴുകുകയാണ്. ഒന്ന് മഴ നിൽക്കുമ്പോഴേക്ക് നമുക്ക് ചൂട് താങ്ങാൻ കഴിയുന്നില്ല. അള്ളാഹു പറയാണ്, മഴ പെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയും. ആ മഴയെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ അനുഭവിക്കുന്നതിന് അനുകൂലമായി ഭൂമിയിൽ അതിനെ പിടിച്ചു വെക്കാനും എനിക്ക് സാധിക്കും. പക്ഷേ താമസിയാതെ ഞാൻ വേണമെങ്കിൽ ആ വെള്ളം ഒരു സുപ്രഭാതത്തിൽ കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും വേനലായി, അല്ലേ? ജലത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ റബ്ബിന്റെ ചെയ്തികളാണ്, നിങ്ങളുടെ റബ്ബിന്റെ നിയന്ത്രണങ്ങളാണ്, നിങ്ങളുടെ റബ്ബിന്റെ കയ്യിലാണ് ഇതിന്റെ ഒക്കെ കടിഞ്ഞാനുള്ളത്. എല്ലാത്തിന്റെയും നിയന്ത്രണം അവന്റെ കൈകളിലാണ്, എല്ലാം അവനിലേക്ക് തന്നെയാണ് അവസാനമായി മടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തഖു റബ്ബക്കും ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം. ഇത്തഖു റബ്ബക്കും ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂടണം. കാരണം എന്താണെന്നറിയോ? ഖിയാമത്തിന്റെ പേരിൽ വരാൻ പോകുന്ന ഒരു വിറവറക്കലുണ്ട്. സൽസലത്തിൽ ഒരു പ്രളയം അല്ലെങ്കിൽ ദുരന്തം, ഒരു കഠിനമായ ഭൂമികുലുക്കം ഇത് വരാൻ പോകുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, വയനാടിന്റെ മലമുകളിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ എവിടെയോ ഒന്ന് ചെറുതായി പൊട്ടിയ ഉരുൾ എന്ന് തന്നെ പറയാം നമുക്ക്. അത് ഇത്രയും വലിയ ദുരന്തമാണ് നമ്മളുടെ ഒക്കെ മനസ്സുകളിലും നാടിലും ലോകമെമ്പാടും വിതച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകം ഒന്നിച്ച്, ഭൂമി ഒന്നിച്ച് കിടുകിടെ വിറപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ എന്ന് അല്ലാഹു പറയാം. ഭൂമി ഒന്ന്, ഇദാ സമാഉൻ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത് അലിമത് നഫ്സും മാ അഹ്ദറത് إذا الشمس كورت وإذا النجوم انكدرت
وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت. ഏതെങ്കിലും ഒരു ദുരന്തമാണ് നിങ്ങളുടെ മുമ്പിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വെച്ചു നിർത്തുന്നതെങ്കിൽ അതിനെ താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നാടൊട്ടാകെ നമ്മൾ കെടുതി അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് സ്വരൂപിക്കാൻ ശ്രമിക്കുകയാണ്, സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ്, അവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു തആല ദുരന്തങ്ങളിൽ പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക്, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും ഷഹാദത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവൻ ബാക്കിയാക്കിയിട്ട് ജീവിത പ്രയാസങ്ങളോടുകൂടി അലയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു അഭയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനവും സ്വസ്ഥതയും നൽകി അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദുആയിൽ സാധാരണ പറയാറുള്ള വാക്കുകളാണിത്. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നീ മഗ്ഫിറത്തും ഷഹാദത്തും നൽകണമേ എന്ന്. മഗ്ഫിറത്തും ഷഹാദത്തും അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ എത്ര ശക്തിമത്തായ കോട്ടകളുടെ ഉള്ളിൽ സുരക്ഷിതരാകാൻ വിചാരിച്ചാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള മരണം നിങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ സുനാമി വന്നപ്പോൾ കടൽക്കരയിൽ നിന്നും സുരക്ഷിതത്വം തേടിക്കൊണ്ട് അങ്ങ് മേലെയുള്ള കുന്നിന്റെ മുകളിൽ പോയി റിസോർട്ട് പണിഞ്ഞ്, അല്ലെങ്കിൽ വീടുകൾ പണിഞ്ഞ്, തമ്പുകൾ പണിഞ്ഞ്, അല്ലേ, സുനാമി വന്നാൽ, കടല് കയറിയാൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഇങ്ങനെ മല കയറിയത്. മലമുകളിൽ വീടെടുത്ത് ചിലപ്പോൾ നമുക്കുണ്ടായ പ്രളയവും പ്രശ്നവും ഒക്കെ കണ്ടപ്പോൾ അവിടുന്ന് മെല്ലെ നമ്മൾ കാട് വിട്ട് നാടിലേക്ക് ഇറങ്ങി. ഇവിടങ്ങളിലൊക്കെ നമ്മൾ സുരക്ഷിതമായ ഭവനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു പറയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ ഇനി ഭൂമിയിൽ എത്ര ശക്തിമത്തായ കോട്ടകൾ നിർമ്മിച്ചിട്ട് അതിന്റെ ഉള്ളിൽ സുരക്ഷിതരാകാൻ വിചാരിച്ചാലും നിങ്ങളുടെ മരണം നിങ്ങളെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വരിക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ മരണം എന്ന് പറയുന്നത്, ഭരണകക്ഷി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി, പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തി. 2021 വരെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഇങ്ങനെ പരിസ്ഥിതി പരിഗണിക്കാതെ പോയാൽ അപകടം വരുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, 2021 വരെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ 2021 വരെ നിങ്ങളല്ലേ ഭരിച്ചത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളെന്തേ അത് ശ്രദ്ധിച്ചില്ല? ഞാൻ പറഞ്ഞ് ഖുത്ബയുടെ മാനം നഷ്ടപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, കക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും അതിന്റെ ഭാരം ആരുടെയെങ്കിലും ഒക്കെ തലയിൽ ഇറക്കി വെച്ചിട്ട് തൽക്കാലം ആശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല അനുഭവമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം പൂണ്ട് ഭൂമിയിലേക്ക് വരാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ ആദ്യ പടിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4-ാം മാസം ആകുമ്പോൾ അവനിൽ 4 കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന്. 4-ാം മാസമാകുമ്പോൾ 4 കാര്യം ആരാ തീരുമാനിക്കുന്നത്? എന്നെ സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച, എനിക്ക് വേണ്ടി ഈ ഭൂമിയിലെ സർവസ്വവും സൃഷ്ടിച്ച, മഴയെ സൃഷ്ടിച്ച, മലയെ സൃഷ്ടിച്ച, വെള്ളത്തെ സൃഷ്ടിച്ച, ആ വെള്ളത്തെ കുടിക്കാനും കുളിക്കാനും നിനക്ക് അനുവാദം തന്ന, ഒരു പക്ഷേ കുടിച്ച് കുളിച്ച് അതിൽ മതിമറന്ന് അഹങ്കാരിയാകുമ്പോൾ, അടിച്ചു പൊളിക്കുമ്പോൾ, അതിന്റെ അതിപ്രസരത്തിൽ ഇങ്ങനെ ആർത്തട്ടഹസിക്കുമ്പോൾ അത് തന്നെ നിനക്ക് വിനയാക്കി മാറ്റുന്ന, ഉപദ്രവമാക്കി മാറ്റുന്നവനായ നിന്റെ രക്ഷിതാവ്, അവന് 4 മാസം പ്രായമായപ്പോൾ ഉമ്മയുടെ ഉള്ളിൽ വെച്ചിട്ട്, ഉദരത്തിൽ വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനം നീ ആരായി മരിക്കുമെന്നാണ്, എവിടെ മരിക്കുമെന്നാണ്, എപ്പോൾ മരിക്കുമെന്നാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ തീയതി തീരുമാനിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇന്ന് അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അഭയവും കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പക്ഷെ പ്രിയപ്പെട്ട ഒരു വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കണം, മരണം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അവന്റെ തീരുമാനപ്രകാരമാണ്. ആ തീരുമാനം എങ്ങനെ, എവിടെ, ആര് മരിക്കണമെന്ന് അള്ളാഹു വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. إن
ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ. നീ നാളെ എന്ത് സമ്പാദിക്കാൻ പോകുന്നു എന്ന് നിനക്കറിയില്ലല്ലോ. നീ നാളെ എന്ത് സമ്പാദിക്കാൻ പോകുന്നു എന്ന് നിനക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രളയം നമ്മളെ ഒക്കെ മാനസികമായി വേദനിപ്പിച്ചിരുന്ന ഒരു പാതിരാത്രിയിൽ ഉറക്കം വരാതെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുമായി ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ ഒരു ഫോൺ വന്നു വിദേശ നാടുകൾ ഒരു നാട്ടിൽ നിന്നും. പാതിരാത്രി സമയത്തിട്ട് എങ്ങനെങ്കിലും ഒന്ന് കിടക്കാൻ നോക്കുമ്പോൾ ആരായി വിളിക്കുന്നത്? സ്വാഭാവികമായി നമുക്ക് ദേഷ്യം വരൂലേ? സ്വാഭാവികമായി നമുക്ക് വിഷമം വരൂലേ? ദേഷ്യത്തോടു കൂടി ആ ഫോൺ എടുത്ത് ആരാ? ഫോൺ വിളിച്ചിട്ട് ഉസ്താദേ, നാളെ രാവിലെ പുലർച്ചെ 5 മണിക്ക് കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ വരുന്നുണ്ട്. ഞാൻ ഖത്തറിലെ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നെ ഒന്ന് കൂട്ടിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ദേഷ്യം വരും അല്ലേ? എന്റെ സഹോദരനല്ല, സഹോദരിയല്ല, പിരിയാപ്പളയല്ല, ബന്ധുവല്ല, കാർണോറ മക്കളല്ല, ഏതോ ഒരു സുഹൃത്ത് വിളിക്കുക. സ്വാഭാവികം നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തോടു കൂടി നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാൻ ഫോണിൽ സംസാരിക്കാൻ കാത്തു നിൽക്കും. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ആരെ വിളിക്കണ്ടെന്ന് തിരിയാത്തത് കൊണ്ട് നിങ്ങളെ വിളിച്ചത്. ഇന്നലത്തെ പ്രളയത്തിൽ എന്റെ പ്രിയപ്പെട്ട മകള് മരിച്ചു, പുതിയാപ്പള മരിച്ചു, എന്റെ പെങ്ങള് മരിച്ചു, പെങ്ങളുടെ മക്കൾ മരിച്ചു, കാർണോറ് മരിച്ചു, കാർണോറുടെ മക്കൾ മരിച്ചു, എല്ലാവരും വിളിച്ചു. എനിക്കൊന്നും തിരിയുന്നില്ല. ഞാൻ എയർപോർട്ടിലാണ്, ഞാൻ അങ്ങോട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ കാരണവരുടെ ഒരാള് മാത്രം രക്ഷപ്പെട്ടു. എന്താ കാരണം? അദ്ദേഹം എന്തോ ഒരു രോഗമോ മറ്റോ ആയിട്ട് ദൂരം പോയതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. രോഗിയായ നിലയിൽ ആംബുലൻസിൽ കയറി ആശുപത്രിയിലേക്ക് പോകുന്ന ഈ ആളെ കണ്ടിട്ട് എല്ലാരും ഇങ്ങനെ സഹതം, പാപം രോഗി അല്ലേ, ഹോസ്പിറ്റലിൽ പോവാം, ആശുപത്രിയിൽ പോവാം. അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ച, ആരോഗ്യവാന്മാരാണെന്ന് വിശ്വസിച്ച, സുരക്ഷിതരാണെന്ന് പ്രതീക്ഷ അർപ്പിച്ച 16 ആളുകളും ഒന്നിച്ചൊലിച്ചു പോയി. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആരാ രക്ഷപ്പെട്ടത്? ഈ രോഗി ആശുപത്രിയിൽ പോയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പടച്ചവൻ, ഇതാണ് അള്ളാഹു. ആര് എവിടെ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. രോഗവും വിഷമവും തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് തരുന്നത്. അതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. എല്ലാം നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്, തരുന്നവൻ അള്ളാഹുവാണ്. സ്വാഭാവികമായും നമ്മൾ ആരംഭത്തിൽ പറഞ്ഞില്ലേ, ഈ ഒരു വിശ്വാസം മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. ഏറ്റവും വലിയ സമ്പാദ്യം. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, എല്ലാരും നമ്മളെ കുറ്റപ്പെടുത്താൻ, എല്ലാരും നമ്മളെ താറടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ദുആയിൽ പാതിരാത്രിയിൽ ഞാൻ അറിയാതെ പടച്ചവനോട് പറഞ്ഞ ഒരു വാചകം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കേൾപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് നീ അഭയം നൽകണേ പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ സ്വൈരത നൽകണേ പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ സൗകര്യങ്ങൾ നൽകണേ പടച്ചവനെ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ അറിയാതെ പടച്ചവനോട് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മുസ്ലിമീങ്ങളായ സഹോദരി സഹോദരന്മാർ അഭയത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി ആരാന്റെ മുമ്പിൽ പോയി കൈനീട്ടാൻ ഇടവരരുതേ പടച്ചവനെ. എല്ലാവരാലും ആട്ടിപ്പായിക്കുന്ന, എല്ലാവരാലും നിന്ദയോടുകൂടി കാണുന്ന, എവിടെ പോയാലും മാപ്പിളമാർക്കാണ് കുറ്റവും കുറവും. മാപ്പിളമാരെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും കേറി മുട്ടാൻ താല്പര്യമുള്ളത്. മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ നീ അങ്ങനെ വഴിയാധാരമാക്കരുതേ പടച്ചവനെ. ആരുടെ മുമ്പിലും പോയി ഇറക്കേണ്ട ഒരു ഗതി വരാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കാത്തു സൂക്ഷിക്കണേ പടച്ചവനെ. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ നമുക്ക് നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ്, ആ രക്ഷിതാവിൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സന്മനസ് ലഭ്യമായാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൂമിയിൽ വേദനിക്കാനൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവർ, വിഷമിക്കാനൊന്നുമില്ലല്ലോ, പ്രയാസപ്പെടാനൊന്നുമില്ലല്ലോ. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു വിശ്വാസം കുറഞ്ഞുപോയി. അള്ളാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി, ആഖിറത്തിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി. നമ്മളുടെ സംസാരത്തിൽ, പരസ്പരമുള്ള വർത്തമാനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്, ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. നമ്മൾ എന്ത് വിചാരിച്ചാലും ഒരു പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നാൽ, തീരുമാനം വന്നാൽ അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു സാമാന്യ വിചാരം, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറയുന്നില്ലേ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഈ ഹക്കും സബറും പരസ്പരം പറയുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ഇല്ലാതെയായി. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയാറില്ല, ആഖിറത്തിനെ കുറിച്ച് പറയാറില്ല നമ്മുടെ സംസാരത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കളും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, ഒരുപാട് വേദനകളും പ്രയാസങ്ങളും യാതനകളും പീഡനങ്ങളും അനുഭവിച്ചു.
നമ്മളത് സ്ഥിരമായ നിലയിൽ പ്രസംഗങ്ങളിൽ കേൾക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് പട്ടിണിയായിരുന്നു, മറ്റു ചിലപ്പോൾ അവർക്ക് ശത്രുക്കളുടെ കൈകളെ കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളായിരുന്നു, വേദനകളായിരുന്നു. ബിലാൽ, അമ്മാർ, യാസിർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനത്തെ 1000 നൊമ്പരങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ അറിയാതെ അലതല്ലി പുറത്തേക്ക് വരും, അല്ലേ? പക്ഷെ ആ വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും അവര് ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി, പുഞ്ചിരി തൂക്കിക്കൊണ്ട് അഹദ് 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 എന്ന് പറഞ്ഞു. എന്താ കാരണം? അടിക്കുമ്പോൾ വേദനയില്ലാത്തത് കൊണ്ടാണോ? അവര് കറാമത്തിന്റെ പേരിൽ അബൂജഹലിന്റെ കൈകൊണ്ടുള്ള അടി അവർക്ക് ഏക്കാത്തത് കൊണ്ടാണോ? ചുട്ടുപഴുത്ത മണൽത്തരിയിൽ മലർത്തി കിടത്തിയിട്ട് നെഞ്ചത്ത് കയറ്റി വെച്ച ഈ പാറക്കല്ലിന് ഈ മഹാനായ ബിലാലിന്റെ കറാമത്ത് കൊണ്ട് ഭാരമില്ലാതായതാണോ പ്രിയം? അല്ല. ബിലാലിന് താങ്ങാൻ കഴിയാത്ത ഭാരം, സഹിക്കാൻ കഴിയാത്ത വേദന, ചുട്ടുപൊള്ളുന്ന മണൽത്തരി, മാത്രമല്ല രാത്രിയിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ആ മുറിവ്, ഇതെല്ലാം താങ്ങവയ്യാതെ, സഹിക്കാൻ കഴിയാതെ നൊമ്പരപ്പെട്ടുകൊണ്ട് എന്ന് പറയുകയായിരുന്നു. നൊമ്പരങ്ങൾ അവർക്കുണ്ടായിരുന്നു, തേങ്ങലുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവർ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഹദ് 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 എന്ന് വിളിക്കുമ്പോഴുള്ള ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സന്തോഷം, പ്രിയപ്പെട്ടവരെ, അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ മോമിനിയങ്ങളായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഉണ്ടാകണം. അതില്ലാതെ പോയാൽ, അതുപോലെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഓരോ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും പകരം എന്റെ പടച്ചവൻ എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം തരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നടന്നു പോകുന്ന വഴിയിൽ നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു, ആ മുള്ളു കൊള്ളുമ്പോൾ സ്വാഭാവികമായി എന്ന് നിങ്ങളൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ, ഈ ആഹിന് പകരം നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ദറജ തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ ബിലാൽ അഹദ് അഹദ് എന്ന് പറയാതിരിക്കും. ചരിത്രകാരന്മാർ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരെ വർണ്ണിക്കുമ്പോൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞതായി വിനീതൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പരലോകത്തെത്തുമ്പോൾ മുഴുവൻ മനുഷ്യരുടെ മുമ്പിലും വലിയ മഹാമനുഷ്യനായ നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബിലാൽ, ആ ബിലാലിനെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ലേ? ബിലാലിനെ നമ്മളൊക്കെ ഇങ്ങനെ ആവേശത്തോടു കൂടി കാണാൻ കാത്തിരിക്കുകയാണ്. ആ ബിലാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹ്ശറയുടെ വൻസഭയിൽ ചില ആളുകൾ അരികിൽ ചെന്നിട്ട് പറയും, ബിലാലെ, ഒന്ന് ഭൂമിയിൽ പണ്ട് നിങ്ങൾ മുഴക്കിയതുപോലെ അഹദ് അഹദ് എന്നൊന്ന് വിളിക്കാവോ? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ ചരിത്ര വരികളിൽ പണ്ട് വായിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടേ ഉള്ളൂ. ബിലാലിന്റെ അഹദ് കേൾക്കാൻ ഞങ്ങൾക്ക് ആശയുണ്ട്, ആഗ്രഹമുണ്ട്. മഹ്ശറയുടെ ഈ വൻസഭയിൽ കൂടിയ ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഗാനമേള നടത്തുന്നത് പോലെ, ബിലാലെ, ഒന്ന് അഹദ് 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 എന്ന് വിളിക്കാമോ? ഞങ്ങളൊന്ന് കേട്ട് രസിക്കട്ടെ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ എന്ത് മറുപടിയാണ് കൊടുക്കുന്നതെന്ന് അറിയോ? ബിലാൽ പറയും, നിങ്ങൾക്ക് എന്റെ അഹദ് അഹദ് എന്ന് കേൾക്കുമ്പോൾ രസമുണ്ടാകുമെങ്കിൽ, ബിലാലിന് ആ രസം കിട്ടണമെങ്കിൽ അബൂജഹലിന്റെ ചാട്ടവാറ് കൊണ്ട് അടികൾ കൊള്ളണം. അബൂജഹൽ എന്നെ മലർത്തി കടത്തിയിട്ട് ഭാരമുള്ള കല്ല് എന്റെ നെഞ്ചത്ത് വെക്കണം. ഞാൻ ചുട്ടുപഴുത്ത മണലിൽ കടന്ന് പൊള്ളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിയണം. എന്നിട്ട് അഹദ് എന്ന് പറഞ്ഞാലേ ബിലാലിന് ഒരു രസമുള്ളൂ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൂമിയിൽ വരുന്ന വേദനകൾക്കൊക്കെ പരലോകത്ത് പടച്ചവൻ പ്രതിഫലം വെച്ചിട്ടുണ്ട്. ചെറിയ പ്രതിഫലമല്ല, വലിയ പ്രതിഫലം. ഇന്ന മിനൽ ദുനൂബി ദംബുൻ ലാ യുകഫിറുഹു അല്ലാഹു ഇല്ലാ ബിഹമ്മിൽ മഈശ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വൻപാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗവും ഇല്ല. തൗബ തൗബ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? തൗബ കൊണ്ട് പോലും പൊറുക്കപ്പെടാത്ത ചില പാപകർമ്മങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളിലൂടെ പൊറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാനൊരു ഹദീസിന്റെ വചനം കണ്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഒരു മനുഷ്യൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവന് മഹാപ്രതിഫലം ലഭിക്കുമെന്ന്. മലഉൽ അഅല എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ മലക്കുകൾ മുഅ്മിനീങ്ങളുടെ പ്രതിഫലം എഴുതുന്ന കാര്യത്തിൽ മത്സരിക്കുന്നത് എന്തൊക്കെ വിഷയത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് അങ്ങ് തന്നെ മറുപടി പറഞ്ഞാലും എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് നടന്നു വരുന്ന കാൽപ്പാടുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി മലക്കുകൾ മത്സരിക്കും. ഒളു എടുക്കുമ്പോഴുള്ള പ്രതിഫലത്തിന് വേണ്ടി മലക്കുകൾ മത്സരിക്കും. അതുപോലെ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എഴുതാൻ വേണ്ടിയിട്ട് മലക്കുകൾ മത്സരിക്കും. മാത്രമല്ല, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ സല്ലി. ഒരു നമസ്കാരത്തിന് ശേഷം, ഒരു ഫറദിന് ശേഷം അടുത്ത ഫറദിനെ കാത്തിരിക്കുമ്പോൾ ഒരു മുഅ്മിനിന് കിട്ടുന്ന ദറജയാണ്. പ്രിയപ്പെട്ടവരെ,
ഇതേ വാചകത്തോടു കൂടി ഞാനൊരു ചെറിയ കാര്യം കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് ഇന്തിവാറുൽ ഫറജ് ലമിനൽ ഇബാദ. ഒരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും വിഷമങ്ങളും താങ്ങി സഹിക്കവയ്യാതെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലെത്തി. എന്നിട്ടും അവൻ പ്രതീക്ഷയോടുകൂടി പടച്ചവരിൽ നിന്നും സഹായം കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് ഒരു ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. മനസ്സിലായോ? നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളിൽ നിന്നും കരകയറണമെന്ന ആശയോടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിനും പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ചെറിയ വേദനകൾക്ക് പോലും നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല നമ്മുടെ ഒക്കെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കെടുതികളിൽ നിന്നും വേദനകളിൽ നിന്നും അല്ലാഹു അവരെ ഒക്കെ രക്ഷപ്പെടുത്തി സമാധാന സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും ഷഹാദത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, നമ്മൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, പടച്ചവന്റെ സഹായത്തെ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുക. പടച്ചവന്റെ സഹായം വരാനിടയുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളുടെ അമിതമായ സുഖലോലുപതയുടെ ആക്രാന്തത്തിന്റെ പേരിൽ പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അഹങ്കാരം പാടില്ല, അഹംഭാവം പാടില്ല, അമിത ചെലവുകൾ പാടില്ല, അടിച്ചുപൊളികൾ പാടില്ല. ഇതൊക്കെ നമ്മൾ ഒപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഏത് മാർഗവും നമ്മൾ ഉപയോഗപ്പെടുത്തുക. സമ്പത്ത് കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും എങ്ങനെയായിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്, വേദന നമ്മുടെ വേദനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഒരു ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ ഒരു ചൊറിച്ചിലുണ്ടായാൽ, ഒരു വേദന ഉണ്ടായാൽ അത് ശരീരം മുഴുവൻ അതിനോട് സഹകരിക്കുന്നത് പോലെ വയനാട്ടിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലാകട്ടെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കുണ്ടാകുന്ന നൊമ്പരവും വേദനയും നമ്മളുടേതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ അത്തരം വിപത്തുകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ദുആ ചെയ്യുക. പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാൻ